ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ പ്രധാനപ്പെട്ടതൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി മാതൃജ്യോതി കേട്ടോ. അപ്പോൾ മാതൃജ്യോതി പദ്ധതിയെ പറ്റിയാണ് പറഞ്ഞത്. ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി കേട്ടോ. എത്ര രൂപ? 2000 രൂപ. ഭിന്നശേഷിയുള്ള അമ്മമാരാണ്. അപ്പം അമ്മമാരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഏതാണ്? മാതൃജ്യോതി അറിഞ്ഞിരിക്കുക കേട്ടോ, മാതൃജ്യോതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചു. രണ്ടാമത്തെ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവനമാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹയാനം കേട്ടോ, സ്നേഹയാനം. ഓക്കെ, ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി. ഓക്കെ, അവരുടെ അമ്മമാർക്ക് ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഡിസബിലിറ്റി, പിന്നെന്താണ്? ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവനമാർഗം ഉറപ്പിക്കാനായിട്ട് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി. ഓക്കെ, ലൈംഗികാതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതി. ആശ്വാസനിധി കേട്ടോ. ഏതാണ്? ആശ്വാസനിധി. നോട്ട് ചെയ്ത് വെക്കുക. ലൈംഗികാതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? ആശ്വാസനിധി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, കേരള സാമൂഹിക സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി കാതോരം. സൗജന്യ ചികിത്സ കേൾവിയുടെ ആണ് കേട്ടോ. കാതോരം. ഓക്കെ, കാതോരം. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ആണ് കാതോരം വരുന്നത്. ഓക്കെ, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കേൾവിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ടവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് എന്ത്? സ്വാശ്രയ കേട്ടോ. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുവാനായി ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്വാശ്രയ കേട്ടോ, സ്വാശ്രയ. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായി നിൽക്കുമ്പോൾ തന്നെ അമ്മയായവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്പർശം. അപ്പോൾ സ്നേഹസ്പർശം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായിട്ടുള്ള അമ്മയായവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്താനും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്താനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? സ്പെക്ട്രം. ഇമ്പോർട്ടൻ്റ് ആണ് സ്പെക്ട്രം കേട്ടോ. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്താനും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്താനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്പെക്ട്രം എന്താന്ന് പറഞ്ഞു. ഇനി അടുത്ത പദ്ധതി ഏതാണെന്ന് നമുക്ക് നോക്കാം. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏത്? ജനനി ശിശു സുരക്ഷാ കാര്യക്രം അഥവാ അമ്മയും കുഞ്ഞും പദ്ധതി. ഓപ്ഷൻ നോക്കി എഴുതുക. അമ്മയും കുഞ്ഞും പദ്ധതി കേട്ടോ. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏത്? അമ്മയുടെയും കുഞ്ഞിൻ്റെയും കേട്ടോ. അമ്മയും കുഞ്ഞും പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള സാമൂഹിക സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് ധ്വനി.
ധ്വനി കേട്ടോ. ചെവിയെ പറ്റിയിട്ടുള്ളതാണ് ധ്വനി. ഓക്കെ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് എന്ത്? ധ്വനി എന്ന് പറയുന്നത്. അപ്പോൾ ധ്വനി എന്തിനാണെന്നുള്ളത് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ചെവിനെ പറ്റിയിട്ട് രണ്ടെണ്ണമായി പറയുന്നത് കാതോരം ധ്വനിയും. അടുത്തത് പ്രസവാനന്തരം കുഞ്ഞിനെയും അമ്മയെയും വീട്ടിലേക്ക് ടാക്സിയിൽ എത്തിക്കുന്നതിനായി വനിതാ ശിശുക്ഷേമ വകുപ്പും കേരള സാമൂഹിക വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി മാതൃയാനം. അമ്മയെയും കുഞ്ഞിനെയും ടാക്സിയിലേക്ക് വീട്ടിലെത്തിക്കുന്നതിനായി വനിതാ ശിശു ക്ഷേമ വകുപ്പും കേരള സാമൂഹിക വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? മാതൃയാനം. അപ്പോൾ മാതൃയാനം എന്തിനാണെന്ന് നോട്ട് ചെയ്തേക്കുക. ടാക്സിയുടെ കേസ് നോക്കിയാൽ മതി. അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ പഠിക്കുക. അത് വയോമിത്രം പദ്ധതിയാണ്. കോവിഡ് വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ച പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ? വയോമിത്രം കേട്ടോ. വയോമിത്രം കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക. കോവിഡ് വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ 2 കോടി രൂപ അനുവദിച്ച പദ്ധതി. അത് അങ്ങനെ എളുപ്പത്തിൽ 2 കോടി രൂപ അനുവദിച്ച പദ്ധതി ഏതാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതേതാണ്? വയോമിത്രം കേട്ടോ. ഓക്കെ. കോവിഡ് അതുപോലെ തന്നെ 2 കോടി രൂപ അനുവദിച്ച പദ്ധതി. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ആശ്വാസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആശ്വാസ് കേട്ടോ. വൃക്ക രോഗികൾക്കാണ് സൗജന്യ ഡയാലിസിസ് ചികിത്സ ഒക്കെയാണ് ഇത് പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ആശ്വാസ് കേട്ടോ. ആശ്വാസ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റിയവർക്കുമായുള്ള കേരള സർക്കാരിൻ്റെ സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ജീവനം കേട്ടോ. കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റിയവർക്കുമായുള്ള കേരള സർക്കാരിൻ്റെ സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്ത്? ജീവനം. അപ്പോൾ ജീവനം എന്താണെന്ന് നോക്കാം കേട്ടോ. സ്വയം തൊഴിൽ പദ്ധതി കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കേൾവി ശക്തി കുറഞ്ഞവർക്ക് ശ്രവണ സഹായ ഉപകരണം വിതരണം ചെയ്യുന്നതിനായി ആരംഭിച്ച പദ്ധതി ശ്രുതി മധുരം. അപ്പോൾ കേൾവി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ പദ്ധതി നമ്മൾ പറയുന്നത് ഏതാണ്? ശ്രുതി മധുരം കേട്ടോ. കേൾവി ശക്തി കുറഞ്ഞവർക്ക് ശ്രവണ സഹായ ഉപകരണം വിതരണം ചെയ്യുന്നതിനായി ആരംഭിച്ച പദ്ധതി ശ്രുതി മധുരം. ശ്രവണ സഹായ ഉപകരണം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എന്ത്? ശ്രുതി മധുരം എന്ന് പറയുന്നത് കേട്ടോ. ശ്രുതി മധുരം എന്ന് പറയുന്നത്. ഓക്കെ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം. എന്താണ്? സുഭിക്ഷ കേരളം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്? സുഭിക്ഷ കേരളം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ പഠിക്കുക. ഈ ഒരു പോർഷൻ വിട്ട് കളയരുത് കേട്ടോ. ഓക്കെ. താങ്ക് യു.